2022 ഫെബ്രുവരി മാസം ആരംഭിച്ച യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന സമാധാനത്തിനുള്ള ചർച്ചയൊക്കെ നടത്തിയെങ്കിലും വേണ്ടത്ര ഫലമില്ലാതിരുന്നിടത്താണ് ഇപ്പോഴിതാ നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ ചൂടുപിടിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധമുഖത്തിലേക്ക് സമാധാനത്തിൻ്റെ കൊടി പാറിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുമോ? പുടിനെയും സെലൻസ്കിയെയും സമാധാന ചർച്ചകൾക്ക് ആനയിക്കുവാൻ ഇന്ത്യയുടെ ഈ നീക്കത്തിന് സാധിക്കുമോ? ഇപ്പോഴിതാ ഈ സമാധാന ചർച്ചകളുമായി ഇന്ത്യ മുന്നോട്ട് വരുവാനുള്ള കാരണം എന്തായിരിക്കും? ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തിനെ മറ്റു ലോകരാജ്യങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ യുക്രൈൻ സന്ദർശിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം യുക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാകുകയും അതിനുശേഷം ഒരു ഇന്ത്യൻ ഭരണാധികാരി ആദ്യമായിട്ടാണ് യുക്രൈൻ സന്ദർശിക്കുന്നത്. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ യുക്രൈനിലേക്ക് എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും സെലൻസ്കിയുടെയും കൂടിക്കാഴ്ച തന്നെയായിരിക്കും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളുമായും വളരെ നല്ല ബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾക്ക് ഫലം കാണാൻ കരുത്തും ശക്തിയും ഇന്ന് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. ഇരുപക്ഷങ്ങളെയും സമാധാന ചർച്ചകളിലേക്ക് നയിക്കാനും പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുമോ? സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സ്മരണാർത്ഥം യുക്രൈൻ്റെ ദേശീയ പതാക ദിനത്തോടനുബന്ധിച്ചാണ് മോദിയുടെ സന്ദർശനം എന്നാണ് റിപ്പോർട്ട്. ഒരു മാസം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സന്ദർശനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നത്. നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ മറ്റു ചില ആളുകൾ പറയുന്നത് ഇതുകൊണ്ടൊന്നും യാതൊരു ഫലമുണ്ടാകില്ല എന്ന രീതിയിലാണ്. ഇന്ത്യയുടെ നയതന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ സന്ദർശനം. ഇന്ത്യ ഈ യുദ്ധത്തിൽ ഒരു രാജ്യത്തിൻ്റെയും കൂടെയല്ലെന്നും ഇരു രാജ്യങ്ങൾക്കും ഒപ്പമാണെന്നും കാണിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്ന് നാം കരുതണം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അതുവഴി ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. യുക്രൈനിലെത്തിയ പ്രധാനമന്ത്രിക്ക് വാണിജ്യപരമായ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. ഇന്ത്യ യുക്രൈനിയൻ ധാന്യങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. ഇന്ത്യൻ നാവിക കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ യുക്രൈനിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതായിട്ടും ഇന്ത്യയുടെ ആവശ്യത്തിൽ പെടുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബന്ധം പുലർത്തേണ്ടിയിരിക്കുന്നു യുക്രൈനുമായി. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനുമായും റഷ്യയുമായും നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ്. നരേന്ദ്രമോദിയുടെ ഈ ഒരു ഇടപെടൽ കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരികയും അതുവഴി നിരപരാധികളായിട്ടുള്ള കുറേ ആളുകൾ കൊല്ലപ്പെടുന്നതും തടയാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.